KSRTCക്ക് സർക്കാർ സഹായമായി 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഷീജ ചേരുന്നു. ഷീജ, KSRTCക്ക് പല കാലങ്ങളിലും പല ഘട്ടങ്ങളിലുമായി ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകിയ ഒരു സർക്കാർ എന്ന നിലയിൽ പഴയകാല കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിവേഗം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിലേക്കാണ് ഇപ്പോൾ 122 കോടി രൂപ കൂടി, അല്ലേ? തീർച്ചയായും ശരത്ത്, 122 കോടി രൂപയാണ് ഈ മാസം ഇപ്പോൾ ധനവകുപ്പ് KSRTCക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് 72 കോടി രൂപ പെൻഷൻ വിതരണത്തിനായിട്ടാണ് ഇതിൽ നിന്നും മാറ്റിവെക്കുക. മറ്റൊന്ന് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് 50 കോടി രൂപ ആ രീതിയിലും നീക്കിവെക്കുന്നു. അങ്ങനെയാണ് ഈ 122 കോടി രൂപ. ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് ഈ KSRTCക്ക് വേണ്ടിയിട്ടുള്ള വകയിരുത്തൽ. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ധനവകുപ്പിന് എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ സാമ്പത്തിക വർഷം 900 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പുറമെ 676 കോടി രൂപ കൂടി അധികമായി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് KSRTCയെ ഒപ്പം ചേർത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ശരത്ത്, ഷിജി ഇപ്പോൾ പറഞ്ഞ പോലെ 900 കോടി രൂപ ഈ വർഷം ആദ്യം അവതരിപ്പിച്ച ബജറ്റിൽ ധനകാര്യമന്ത്രി KSRTCക്കായി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ തന്നെ ആദ്യത്തെ 3 മാസം പിന്നിടുമ്പോൾ തന്നെ അതിൽ 388 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട് നമ്മൾ തന്നെ വരുമാനം കണ്ടെത്തി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നു, ആ നിലയിൽ സാമ്പത്തിക നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നതിൻ്റെ തെളിവാണിത്. കാരണം അങ്ങനെ പണം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ, പ്രഖ്യാപനം നടത്തുന്നതനുസരിച്ച് പണം കൊടുക്കാൻ കഴിയുന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഷീജ, ഇപ്പോഴത്തെ ഈ 122 കോടിയിൽ 72 കോടി രൂപയും പെൻഷൻകാർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് KSRTCയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച്, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. 72 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ആ പെൻഷൻ വിതരണത്തിനായി KSRTCക്ക് നൽകിയിരിക്കുന്നു. 122 കോടി അനുവദിച്ചതിൽ 72 കോടിയും പെൻഷന് വേണ്ടിയാണല്ലേ? ശരത്ത്, ആ രീതിയിൽ തന്നെയാണ്. 122 കോടി രൂപയാണ് ഈ മാസം ഇപ്പോൾ ധനവകുപ്പ് KSRTCക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അതിലാണ് 72 കോടി ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിന് വേണ്ടി. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വെല്ലുവിളി വന്ന സാഹചര്യത്തിലും അത് മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ സമാനമായ രീതിയിൽ തന്നെയാണ് KSRTC പെൻഷൻകാരെയും കൃത്യമായ രീതിയിൽ അവരെയും അവരുടെ പെൻഷനും കൃത്യമായ രീതിയിൽ നൽകി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ രീതിയിൽ ഈ തുക നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ വിവരം തന്നെയാണ് ഇപ്പോൾ ഷീജ നമ്മളുമായി പങ്കുവച്ചത്. KSRTCക്ക് സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പ് 122 കോടി രൂപ അനുവദിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ 122 കോടിയിൽ 72 കോടി രൂപയും KSRTCയിലെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണ്. പെൻഷൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരമാണ് നമ്മളിപ്പോൾ വാർത്തയായി പ്രേക്ഷകർക്ക് എല്ലാവർക്കും മുമ്പിലേക്ക് വെക്കുന്നത്. 72 കോടി രൂപ ഇപ്പോൾ പെൻഷൻ വിതരണത്തിനായി KSRTCയിൽ ധനകാര്യ വകുപ്പ് അനുവദിച്ച വിവരമാണ്. ആകെ 122 കോടി, അതിൽ 72 കോടി പെൻഷൻ വിതരണത്തിനായി ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്.